അൻവർ PV അൻവർ ഏതോ ചായക്കടയിൽ നിന്ന് പഴംപൊരി ഒന്ന് കഴിക്കാൻ പോവാണെന്ന് തോന്നിപ്പോൾ. നേരത്തെ നമ്മൾ കണ്ടത് അദ്ദേഹം ഒരു കട്ടൻ ചായ കുടിച്ച് വളരെ റിലാക്സ്ഡ് ആയി നിൽക്കുന്ന PV അൻവർ നമ്മൾ കണ്ടു. പരിപ്പോടെയാണെന്ന് തോന്നുന്നു. ഓക്കെ, പരിപ്പോടെയാണെങ്കിലും ഉടുന്നോടെയാണെങ്കിലും വളരെ റിലാക്സ്ഡ് ആണ് PV അൻവർ. അദ്ദേഹം പറയുന്നത് എനിക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ജനം എന്നെ വിജയിപ്പിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് ആശങ്ക എന്ന് ചോദിക്കുന്നു. 75,000 വോട്ട് ഞാൻ പിടിക്കുമെന്ന് PV അൻവർ കോൺഫിഡൻസോടെ പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ സമീർ ബിൻ കരീം ചോദിച്ചു എത്ര ഭൂരിപക്ഷം. അപ്പോൾ PV അൻവറിന്റെ മറുപടി അതങ്ങനെ ഞാൻ പറയുന്നത് താഴെ നിൽക്കുന്ന രണ്ടാമത് വരുന്ന ആൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ ഭൂരിപക്ഷം പറയാൻ കഴിയൂ. അമ്മാതിരി കോൺഫിഡൻസിൽ നിൽക്കുകയാണ് അവിടെ PV അൻവർ. മാത്രമല്ല LDFന്റെ 40% വോട്ട് പിടിക്കുമെന്ന് PV അൻവർ പറയുന്നു. UDFന്റെ ഒരു 25% വോട്ട് പിടിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഇരുപക്ഷത്തിന്റെ വോട്ടുകൾ ചോർത്ത് ഞാൻ ജയിക്കുമെന്ന ഉറച്ച കോൺഫിഡൻസ് PV അൻവറിനുണ്ട്. അവസാന നിമിഷം വരെ ആ കോൺഫിഡൻസ് വെച്ച് പുലർത്താൻ ഏത് സ്ഥാനാർത്ഥിക്കും അവകാശമുണ്ട്. അങ്ങനെ ആ കോൺഫിഡൻസ് വെച്ച് പുലർത്തുകയും ചെയ്യും. ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന വേറെ ഏതോ ഒരു ഏറ്റവും ശക്തിയുള്ള ആരും കൂടെയില്ലാത്തൊരു സ്ഥാനാർത്ഥിയും വേണമെങ്കിൽ ഞാൻ ജയിക്കും എന്ന് കൃത്യമായി തന്നെ അവിടെ പറയുന്ന PV അൻവറിന്റെ പ്രതികരണം. നമുക്കതിന് സമാധാനക്കേടില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യങ്ങൾ ജനങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പഴയ കാലമല്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. പണ്ട് ഒരു മാതൃഭൂമി മനോരമ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല രാഷ്ട്രീയ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഫ്രീ ആയിട്ട് ഞാൻ നിൽക്കുന്നത്. ഒന്നുകൂടെ ചോദിക്കുകയാണെ, ഭയങ്കര ആവേശമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ സൂപ്പർ കൂളാണല്ലോ. എൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി വോട്ടർമാർ ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യാം. ക്ലൈമറ്റ് എങ്ങനെയാവും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സ്, എന്ത് കൊടുങ്കാറ്റ് വന്നാലും വോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനം എല്ലാ ബൂത്തിലും നമ്മൾ പ്രവർത്തകർ സജ്ജമാക്കിയിട്ടുണ്ട്. പുഴ നിറഞ്ഞൊഴുകിയാൽ ബോട്ട് വരെ ഏൽപ്പിച്ചിട്ടുണ്ട് അക്കരയിലെ വോട്ടർമാരെ കൊണ്ടുവരാൻ. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു 78 വരെ പോവാം മാക്സിമം. പിന്നെ മഴക്കനുസരിച്ച് 70 to 78%. 70 താഴാൻ സാധ്യത വളരെ കുറവാണ്. അമരമ്പലം പഞ്ചായത്ത് ഉൾപ്പെടെ LDFന് കഴിഞ്ഞ വർഷം 1000-ന് മുകളിൽ ലീഡുള്ള പഞ്ചായത്താണ്. ഇവിടെയൊക്കെ അത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? അതൊക്കെ PV അൻവർ റോട്ടിൽ കൂടെ കണ്ടിണ്ടാക്കിയ വോട്ടാണ്. മനസ്സിലല്ലേ? ഞാൻ ഈ നിയമസഭാ മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ CPMന് 4 സീറ്റാണ്ടായിരുന്നു. ഇത് 18 സീറ്റാണ്. 9,000 വീട് മുനിസിപ്പാലിറ്റിയിൽ കാൽനടയായി കയറിയ ആളോട് വോട്ട് ചെയ്തിട്ട് കിട്ടിയ വോട്ടാണ്. അൻവർ പോയിട്ട് രോമം പോയില്ല എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടുത്തെ സഖാക്കളത് പ്രതികരിക്കും. സംസ്ഥാനത്ത് ഇരുന്നിട്ടല്ല അത് പറയേണ്ടത്. ഇവിടെ ഓരോ പഞ്ചായത്ത്, ഞാൻ വരുമ്പോൾ എത്ര പഞ്ചായത്തല്ലേ, ഞാൻ വരുന്ന സമയത്ത് എന്താ 1-2 പഞ്ചായത്താണ്, ഒരു പഞ്ചായത്ത് എന്തോന്നുണ്ട്. ബാക്കി മുഴുവൻ കഠിനാധ്വാനം നടത്തിയിട്ട് ഒരു തൊഴിലാളി വർഗ പാർട്ടി എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ് ആ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ആ പാർട്ടി ഒരു മുതലാളിത്ത ശൈലിയിലേക്ക് മാറിയപ്പോഴാണ് ഞാൻ എതിർത്തത്. 100%. കേഡർ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർ കേഡർ വോട്ട് എവിടെയും പോയില്ലെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 6 മാസം പറഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 29,000 വോട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ ബാക്കി വോട്ടൊക്കെ പോയി. പിന്നെന്താ ഈ 60,000 വോട്ടിന് കണക്ക് പറഞ്ഞു നടക്കുന്നത്? അതിൻ്റെ താഴെയാണ്. പിന്നെ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്നിട്ട് അടുക്കളയിൽ ചന്തി ഞെരങ്ങാണ്. അതിന് ഇപ്പോൾ 2,000-3,000 കൂടി കിട്ടും. അതാ 35,000-ന് മേലെ പോകില്ല എന്ന് ഞാൻ പറയുന്നത്. അതും ജനം പരിഗണിക്കുമെന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആളാണ് കയറിയല്ലേ, ഒരാൾ കയറിയുന്നുണ്ട്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ ചർച്ച. അപ്പോഴും അങ്ങാടിയിൽ ഇങ്ങനെ വലിയ രീതിയിൽ ആളുകൾ എത്തുമ്പോൾ അത് ഒരു കരുത്ത് കാണിക്കലായിട്ട് തൃണമൂലിനോ അല്ലെങ്കിൽ PV അൻവറിന്റെ പ്രവർത്തകർക്കും സാധിക്കില്ലായിരുന്നു. ആ കരുത്ത് കാണിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണല്ലോ ഇത് 2 സ്പ്ലിറ്റാക്കിയത്. ചരിത്രത്തിൽ എവിടെയെങ്കിലും കുട്ടിക്കലാശ അസംബ്ലിയിൽ സ്പ്ലിറ്റാക്കിയിരുന്നോ? 10,000-ഓളം സ്ത്രീകളെന്ന് ഇറങ്ങിയിരുന്നു. 10,000-ഓളം നമ്മൾ പറഞ്ഞാൽ വിശ്വസിച്ചോ? ആവറേജ് ഒരു പഞ്ചായത്തിൽ നിന്ന് 1000 തൊട്ട് 1,500 വരെ സ്ത്രീകൾ ഇറങ്ങാൻ നിന്നതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജനപങ്കാളിത്തം ഉണ്ടാകാൻ പോയിരുന്നത്.
അതിനിപ്പോൾ ആരോ വെച്ചാൽ ഇന്റലിജൻസ് സൂപ്പർ കൂളാണ് പി വി അൻവർ. സൂപ്പർ കൂൾ പി വി അൻവറിന് മാത്രമേ ഉള്ളൂ ഇത്ര കൂളായിട്ട് ഈ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഇവിടെ ഈ അവസാന പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ സംസാരിക്കാൻ കഴിയുന്നു. ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഒന്നും പഠിക്കാതെ വരുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു, റിസൾട്ട് അറിയുന്ന അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം. അല്ല, സത്യനിരൂപകലം പറഞ്ഞു, വാലില്ലാത്ത പശുവിന് എന്ത് കൊതു എന്നൊരു അദ്ദേഹം പറയുന്നു. പക്ഷെ അങ്ങനല്ല, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എന്റെ പണി കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിനെ കമന്റ് ചെയ്യുന്നുണ്ട് പലരും, അർത്ഥത്തിൽ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും എന്നാൽ പി വി അൻവർ കഴിഞ്ഞ 1 മണിക്കൂർ കുടിച്ചത് 2 കട്ടൻ ചായ 1 ചായയുമാണ്. ഏറ്റവും കൂടുതൽ ഒരു പാൽച്ചായ നെയ്യപ്പും ഒരു പാൽച്ചായ നെയ്യപ്പുമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മനഃപൂർവ്വം എന്നെ ഇതൊന്നും ബാധിക്കുന്നതേ ഇല്ല, ഞാൻ കൂളാണ്, എന്റെ വിജയത്തിൽ ഞാൻ കോൺഫിഡന്റ് ആണ് തെളിയിക്കാൻ കൂടിയുള്ള തത്രപ്പാടിലാണ് പി വി അൻവർ തോന്നുന്നു. പക്ഷേ വിജയകുമാർ, പി വി അൻവർ ഇപ്പോൾ LDF UDF പറയുന്ന പി വി അൻവർ ഒരു ഫാക്ടറി അല്ല, ജയപരാജൻ ഘടകമേ അല്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ പോയ ആളെന്നുള്ള നിലയ്ക്ക് അങ്ങനെയല്ല കാര്യങ്ങൾ നമുക്ക് നേർക്കുനേർ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും. 9 വർഷം MLA ആയിരുന്ന ആളാണ്, ഒരുപാട് റോഡുകളൊക്കെ പണിഞ്ഞു കൊടുത്ത ആളാണ്. 9 വർഷം ഒരു നാടിന് MLA ആയിരിക്കുന്ന ആളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത്ര കോൺടാക്റ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് LDF UDF പറയും മട്ടിൽ അൻവർ ഒരു ഫാക്ടറേ അല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അൻവർ എത്രത്തോളം വോട്ട് പിടിക്കുമെന്ന് അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ആ പിടിക്കുന്ന ഒരുപക്ഷെ അൻവർ ജയിക്കില്ല എന്ന കാര്യം ഉറപ്പിക്കാമെങ്കിൽ കൂടിയും അത് അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അൻവറിന് ജയിച്ചില്ലെങ്കിൽ അൻവർ ഒരാളുടെ ജയത്തിനോ അല്ലെങ്കിൽ ഒരാളുടെ പരാജയത്തിനോ മുഖ്യ കാരണമാകും, മുഖ്യ ഹേതുവാകും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ പി വി അൻവർ ഒരു 2-3 ദിവസം മുൻപ് വരെ ഷൗക്കത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ പി വി അൻവർ പറയുന്നത് ഇടതുപക്ഷം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേട്, ഏറ്റവും വലിയ തോൽവി അവിടെ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പി വി അൻവറിൻ്റെ കുന്തമുന തിരിക്കുന്നത് സ്വരാജിനെതിരെയും LDF നേരെയും പിണറായിക്കൊക്കെ എതിരെയുമാണ്. അതൊരു പക്ഷേ തന്ത്രമാകണം. കാര്യം ആ ഭരണവിരുദ്ധ വോട്ടുകൾ തന്നെയാണ് പി വി അൻവറിനും കിട്ടേണ്ടത്. ഭരണവിരുദ്ധ വോട്ടുകൾ UDF മാത്രം പോകരുത് എന്ന ഉദ്ദേശത്തിൽ കൂടിയാണോ ഇന്ന് കുന്തമുന? അൻവർ ബുദ്ധിമാനാണ്, അൻവർ ബുദ്ധിയില്ലെന്നൊക്കെ ആരും പറഞ്ഞ ചുമ്മാണ്, അൻവർ ബുദ്ധിമാനാണ്. അപ്പോൾ ആ തന്ത്രത്തിൻ്റെ ഭാഗമായി കൂടിയാണോ അൻവർ ഇന്ന് M സ്വരാജിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ആക്രമണം കടുപ്പിക്കുന്ന എന്ന കാര്യം അറിയില്ല. പക്ഷെ അൻവർ എന്തായാലും കൂളാണ്, സൂപ്പർ കൂളാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ അടുത്ത കാലത്ത് ഒരു സ്ഥാനാർത്ഥി ഇത്തരത്തിൽ കൊട്ടിക്കലാശത്തിന് സമയത്ത് വളരെ ഫ്രീ ആയി, വളരെ കൂളായി ഒരു ചായക്കടയിൽ അടുത്ത ചായക്കടയിലേക്ക് പോയി കട്ടൻ ചായയും ഒക്കെ കുടിച്ച് നിന്ന കാഴ്ച നമ്മൾക്ക് അപൂർവമാണ്. പക്ഷെ അൻവറിന് അതിന് ന്യായമുണ്ട്. അൻവർ പറയുന്നത് അൻവർ ആളെ ഇറക്കി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊട്ടിക്കലാശത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ അത് ഭയന്നാണ് 2ആയി സ്പ്ലിറ്റ് ചെയ്ത് ഈ സർക്കാർ എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ ആത്മവിശ്വാസം, കോൺഫിഡൻസ്. എന്തായാലും നേരത്തെ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ 23-ാം തീയതി വോട്ടെണ്ണി തുടങ്ങുന്ന 8 മണി മുതൽ 8 മണിക്ക് തൊട്ട് മുൻപ് വരെ ഈ പറഞ്ഞ എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ മുന്നണികൾക്കും തങ്ങൾ ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന കോൺഫിഡൻസ് വെച്ച് പുലർത്താവുന്നതാണ്.